തൃശൂർ അതിരപ്പള്ളിയിലെ കാട്ടാന മഞ്ഞക്കൊമ്പനെ തുമ്പിക്കൈയിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തി. ചൊക്കന ഭാഗത്താണ് ആനയെ നാട്ടുകാർ കണ്ടെത്തിയത്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ആന ഈ ഭാഗത്ത് പരിക്കേറ്റ നിലയിൽ ഉണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, കഴിഞ്ഞ 2-3 ദിവസമായി ഇത്തരത്തിൽ ആനയെ പരിക്കേറ്റ നിലയിൽ കാണുന്നുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? മലക്കപ്പാറ പാതയിലെ ഏറ്റവും പ്രശ്നക്കാരനായ ഒരു ആനയാണ് ഈ മഞ്ഞക്കൊമ്പൻ എന്ന് പറയുന്ന ആന. നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ കുറച്ച് നാളുകൾക്ക് മുൻപ് ഈ ആന KSRTC ബസ്സിന് നേരെ പാഞ്ഞെടുക്കുന്നതും ഇരുചക്ര വാഹന യാത്രക്കാരെ ഓടിക്കുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങൾ സഹിതം വാർത്തയൊക്കെ നൽകിയിട്ടുള്ളതാണ്. ഈ മേഖലയിൽ തന്നെയാണ് ആനയുടെ സ്ഥിരം ആവാസ കേന്ദ്രവും. എന്നാൽ ഇപ്പോൾ അവിടെ നിന്നും മാറി മറ്റത്തൂർ പഞ്ചായത്തുള്ള ചൊക്കന എന്ന് പറയുന്ന മറ്റൊരു സ്ഥലത്താണ് ഈ ആനയെ തുമ്പിക്കൈയിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയത്. അവിടെ നിന്നും അത്യാവശ്യം ദൂരമുണ്ട് ഈ ചൊക്കന എന്ന് പറയുന്ന പ്രദേശത്തേക്ക്. അതിരപ്പള്ളി വനമേഖലയിലൂടെ അങ്ങനെ കാട് കയറി ചൊക്കന ഭാഗത്തേക്ക് എത്തിയതാകാം എന്നാണ് ഒരു നിഗമനമുള്ളത്. എന്തായാലും 2-3 ദിവസമായി ആന ഇത്തരത്തിൽ ഈ മേഖലയിൽ തുമ്പിക്കൈയിൽ വലിയ പരിക്കുമായി ആ പ്രദേശത്ത് നിലയുറപ്പിച്ച് നിൽക്കുന്നതായി നാട്ടുകാർ കണ്ടത്. പിന്നീട് ഈ വിവരം ആ സമയത്ത് തന്നെ വനംവകുപ്പും അറിഞ്ഞിട്ടുണ്ട്. വനംവകുപ്പ് ഇതിനെ നിരീക്ഷിച്ച് വരികയായിരുന്നു. വനംവകുപ്പിന്റെ മുപ്പള്ളിയം ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലുള്ള സ്ഥലത്താണ് ഈ ചൊക്കന എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ആനയെ കണ്ടെത്തിയത്. എന്തായാലും RRT സംഘം ഈ ആനയെ നിരീക്ഷിച്ചു വരികയായിരുന്നു. എങ്ങനെയാണ് ഈ പരിക്ക് ഇങ്ങനെ ഉണ്ടായതെന്നുള്ള ഒരു കാരണത്തിൽ കൃത്യമായ വ്യക്തതയൊന്നുമില്ലെങ്കിൽ കൂടി ഈ വനമേഖല മാറി എത്തിയപ്പോൾ ആ ഭാഗത്തുള്ള കാട്ടാനകൾ തമ്മിലുണ്ടായ കുത്തുകൂടലിൽ ഒക്കെ പറ്റിയ പരിക്കാകാമെന്നാണ് ഒരു പ്രാഥമിക നിഗമനം വനംവകുപ്പിനുള്ളത്. എന്തായാലും വനംവകുപ്പ് ആനയെ കഴിഞ്ഞ 2 ദിവസമായി 3 ദിവസമായി നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇന്നലെ എടുത്ത ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആനയുടെ. എന്തായാലും ആനയെ ചികിത്സിക്കാനുള്ള ഒരു നീക്കത്തിൽ തന്നെയാണ് വനംവകുപ്പ്. ചികിത്സിക്കണമെങ്കിൽ അതിന് വലിയ നിയമ നടപടികളൊക്കെ ഉണ്ട്. ആനയെ മയക്കുവെടി വെക്കേണ്ടതുണ്ട്. അതിന് ഉൾപ്പെടെയുള്ള ഡോക്ടർമാരുടെ സംഘം എത്തേണ്ടതുണ്ട്. മയക്കുവെടി വെക്കാതെ ഈ മുറിവ് ചികിത്സിക്കാൻ സാധാരണഗതിയിൽ കഴിയില്ല. അതുകൊണ്ട് തന്നെ അത് വലിയൊരു സങ്കീർണമായ പ്രവൃത്തിയാണ്. അതിനിടെ ആന ഇപ്പോൾ വനംവകുപ്പിന്റെ നിരീക്ഷണത്തിൽ നിന്നും അപ്രത്യക്ഷമായി എന്നുള്ളൊരു കാര്യം കൂടി വരുന്നുണ്ട്. എന്തായാലും വനംവകുപ്പ് സംഘം കൃത്യമായി ആ വനമേഖലയിലുണ്ട്. ആനയെ എവിടെയുണ്ടെന്നുള്ള ലൊക്കേറ്റ് ചെയ്യാനുള്ള നടപടികളുമായി വനംവകുപ്പ് വീണ്ടും ആ പ്രദേശത്ത് തന്നെ തമ്പടിച്ചിരിക്കുകയാണ്. എന്തായാലും ആനയെ കണ്ടെത്തി മയക്കുവെടി ഉൾപ്പെടെയുള്ള ചികിത്സ നൽകി ആനയുടെ പരിക്ക് ഭേദമാക്കുക എന്നുള്ളൊരു നീക്കത്തിലേക്ക് തന്നെയാണ് വനംവകുപ്പ് ഇപ്പോൾ ഉള്ളത്. ദീപ്തി, ശരി. എന്തായാലും അതിരപ്പള്ളിയിലെ കാട്ടാനയായ മഞ്ഞക്കൊമ്പനെയാണ് തുമ്പിക്കൈയിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയത്. ചൊക്കന ഭാഗത്താണ് ആനയെ നാട്ടുകാർ കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ആന ഈ ഭാഗത്ത് പരിക്കേറ്റ നിലയിൽ ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.